നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന്. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽ കർഷകർ ആശങ്കയിൽ. ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യതയെന്ന് കർഷകർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. പവന് 1,560 രൂപ വർദ്ധിച്ച് 74,360 രൂപയിലെത്തി. പഴയന്നൂർ വടക്കേത്ര വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസറില്ല. വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വലഞ്ഞ് ജനം. ദേശീയപാതയിലെ നല്ലൈ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചുകയറി. പുലർച്ചെയായിരുന്ന അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ യാത്രക്കാരിക്ക് പരിക്കേറ്റു. കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടി നഗരസഭയും പൌരാവലിയും സംയുക്തമായി ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീധന പീഡനവും ആരോപിച്ച കേസിൽ ഭർത്താവിനെ വെറുതെ വിട്ടു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ചിറയത്ത് ദീപകിനെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻ കോടതി ജഡ്ജി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് സമീപം ലോറേറ്റ് ഡിമാറിൽ നടന്ന വേൾഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആലപ്പാട് സ്വദേശിക്ക് ഇരട്ട സ്വർണ്ണ മെഡൽ. ഡോക്ടർ ആൽവിൻ ആന്റണിയാണ് 100 മീറ്റർ, 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവനിൽ വിവിധ തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ GLP സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദീനൽ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് രാമനാഥപുരം കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ കാർമ്മികനായി. കേരള പ്രവാസി സംഘം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സമ്മേളനം വെട്ടിക്കാട്ടേരിയിൽ നടന്നു. പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VR സുരേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന നാട്ടുകാർ. 20 വർഷമായ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്ന് പരാതി. ദേശീയപാതയിൽ കൊടകര ഗാന്ധിനഗറിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായി 4 പേർക്ക് സാരമായി പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വൈലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതിനായി ലോക രക്തദാതാ ദിനം നാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. മതിലകം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാളിൽ 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം റോഡരികിൽ സംസ്കരിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. വലങ്ങിപ്പാറ അഹമ്മദിയ ജുമാ മസ്ജിദിന് സമീപമാണ് 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കിയ ലാബോറട്ടറി സമുച്ചയം മുഖ്യമന്ത്രി തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ, ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും.
ഇക്വി ബീയിങ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതർക്കായി നീന്തൽ പരിശീലനം നൽകുന്നതിന് പരിശീലകരെ സജ്ജരാക്കുന്ന പരിപാടി തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 15, 16 തീയതികളിൽ ജില്ലാ അക്വാട്ടിക് കോംപ്ലക്സിലും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിലുമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ ജനകീയ പ്രതിഷേധം. നഗരസഭയ്ക്ക് കീഴിൽ TKS പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനേറ്റർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡിലെ നവീകരിച്ച വെണ്ണേങ്കോട്ട് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. എരമംഗലം സ്വദേശി സജ്നയുടെ കുഞ്ഞാണ് മരിച്ചത്. കുട്ടി മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയെന്ന് ആരോപണം. മണലി പുഴയുടെ ശുചീകരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തിൽ ആൽപ്പാറ വാർഡംഗം സുശീല രാജന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടപ്പ് സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാളിന്റെ സൈറ്റ് ഓഫീസ് മഴയിൽ തകർന്നു വീണു. 2 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്തിന്റെ ഉടമ ചാലക്കുടി അക്കര വീട്ടിൽ ഷാജു, ഷാജുവിന്റെ മകൻ അർണോൾഡ് ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡിലെ വെണ്ണേങ്കോട്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിന് പരിശ്രമിച്ച വാർഡ് അംഗത്തെ അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായി ആരോപണം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ശിലാഫലകത്തിൽ വാർഡ് അംഗം സോമശേഖരന്റെ പേര് ഒഴിവാക്കി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ കേരള പാണിനി AR രാജരാജവർമ്മ സ്മൃതി പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.